ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് വേർഡ്സിനെ കുറിച്ചാണ്. യൂസ് ടു, ബി യൂസ് ടു. ഇവ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് യൂസ് ടു നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ യൂസ് എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടല്ലേ, യൂസ്, ഉപയോഗിക്കുക എന്ന അർത്ഥത്തിൽ. സാധാരണ ഏതൊരു വെർബിൻ്റെ കൂടെയും ഇ ഡി അല്ലെങ്കിൽ ഡി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് കണക്കാക്കാം. ഇവിടെ ഈ യൂസ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇത് തമ്മിൽ കണക്ഷനൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി പറയാം, യൂസ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടല്ല യൂസ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ എവിടെയാണ് യൂസ് ടു ഉപയോഗിക്കുന്നത് നോക്കാം. സെൻറ്റൻസ് നോക്കിയേ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കളിക്കുമായിരുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കളിക്കാറില്ല. അപ്പോൾ മുൻപ് എപ്പോഴോ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാറില്ല. ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്, ചെയ്യുമായിരുന്നു എന്ന് കാണിക്കാൻ. അതായത് പാസ്റ്റിൽ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാറില്ല. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. ഇനി ഈ സെൻറ്റൻസ് എഴുതി നോക്കാം. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. എപ്പോഴാണ് അങ്ങനെ കളിച്ചിരുന്നത്? ഹൈസ്കൂളിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ. when I was in high school. When I was in high school. I used to play cricket when I was in high school. അപ്പോൾ ഇവിടെ യൂസ് ടുവിൻ്റെ അർത്ഥം പാസ്റ്റിൽ ശീലമായിരുന്നൊരു കാര്യം അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ആ ചെയ്യുമായിരുന്നു എന്നത് കാണിക്കാനാണ് യൂസ് ടു ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. നോക്കിയേ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ വലുതായി, എനിക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ മുൻപ് ഞാൻ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. ഐ യൂസ് ടു റീഡ് a lot. I used to read a lot when I was young. When I was young. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. കണ്ടോ, യൂസ് ടു ചെയ്തിരുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പാസ്റ്റിൽ ചെയ്തിരുന്നു, ഇപ്പം ചെയ്യാറില്ല എന്നാണ്. ഐ യൂസ് ടു റീഡ് എ ലോട്ട് വെൻ ഐ വാസ് യങ്. നോക്കിയേ. ഞാൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നു. ഇത്തരം സെൻറ്റൻസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഞാൻ കോഫി കുടിക്കുമായിരുന്നു, ഞാൻ ടീ കുടിക്കുമായിരുന്നു, ഞാൻ ഒരുപാട് നടക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? യൂസ് ടു തന്നെയാണ്. എങ്ങനെ എഴുതാം? ഞാൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നു. ഐ used to drink coffee. I used to drink coffee. സ്ഥിരമായി എന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? റെഗുലർലി എന്ന് കൊടുക്കാം. റെഗുലർലി. നോക്കിയേ. ഞാൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നു. I used to drink coffee regularly. അപ്പോൾ ഞാൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നു. ഈ ചെയ്തിരുന്നു എന്നതിനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻറ്റൻസ് നോക്കിയേ. ഞാൻ കോഫി കുടിക്കുമായിരുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് ചെയ്യുമായിരുന്നു, കുടിക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു, നടക്കുമായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതായത് പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ. എന്നാൽ കുടിക്കുമായിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം പാസ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോഫി കുടിക്കാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻ പറയാനും നമുക്ക് എന്ത് തന്നെ ഉപയോഗിക്കാം? യൂസ് ടു തന്നെ ഉപയോഗിക്കാം. പക്ഷെ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇല്ല എന്ന അർത്ഥത്തിൽ.
ഞാൻ ഒന്നുകൂടി പറയാം. കുടിക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു, നടക്കുമായിരുന്നു എന്നീ അർത്ഥത്തിൽ യൂസ് ടു ഉപയോഗിക്കും. അതുപോലെ തന്നെ പാസ്റ്റിൽ നമുക്ക് ആ ശീലം ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പം ഉണ്ട് എന്ന് കാണിക്കാനും നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. സെൻറ്റൻസ് എഴുതി നോക്കാം. ഞാൻ കോഫി കുടിക്കുമായിരുന്നില്ല. I didn't used to drink coffee. I didn't used to drink coffee. ഇതിൻ്റെ അർത്ഥം ഞാൻ കോഫി കുടിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇപ്പോൾ കുടിക്കും. ഇനി നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞത് യൂസ് ടു എന്നാണല്ലേ. എന്നാൽ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഡിഡ് എടുത്തിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഡി ചേർക്കേണ്ട ആവശ്യമില്ല. ഡിഡ് എടുക്കുമ്പോൾ പിന്നെ യൂസ് എന്ന് എഴുതിയാൽ മതി. ഐ ഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി. ഞാൻ കോഫി കുടിക്കുമായിരുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ ശീലമായിരുന്നൊരു കാര്യത്തെക്കുറിച്ച് കാണിക്കാൻ യൂസ് ടു ഉപയോഗിക്കാം, ചെയ്തിരുന്നു എന്നതിന്. ഇനി ചെയ്തിരുന്നില്ല എന്നതിന് നമുക്ക് ഡിൻറ്റ് യൂസ് ഉപയോഗിക്കാം. ഡിൻറ്റ് യൂസ് ടു. അപ്പോൾ ചെയ്തിരുന്നില്ല എന്ന അർത്ഥത്തിൽ. ഇനി ഇത് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കാം. നോക്കിയേ, ഇപ്പം നോക്കിയേ, അവൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നോ? അപ്പോൾ അവന് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഡിഡ് ആദ്യം എഴുതിയാൽ മതി. ഡിഡ് ഹി യൂസ് ടു drink did he used to drink coffee regularly? കോഫി റെഗുലർലി. അവന് സ്ഥിരമായി കോഫി കുടിക്കുന്ന ശീലമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവൻ സ്ഥിരമായി കോഫി കുടിക്കുമായിരുന്നോ? ഡിഡ് ഹി യൂസ് ടു ഡ്രിങ്ക് കോഫി റെഗുലർലി. അപ്പോൾ പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണിക്കാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിച്ചത്. ഇനി ഈ യൂസ് ടുവിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V1-ലായിരിക്കും. യൂസ് ടുവിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും V1-ലായിരിക്കും. യൂസ് ടു ഡ്രിങ്ക്, യൂസ് ടു വാക്ക്, യൂസ് ടു പ്ലേ, യൂസ് ടു സിങ് എന്നിങ്ങനെ. ഇനി ഡിൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ED ചേർക്കരുത്, യൂസ് എന്ന് മാത്രം പറയാൻ പാടുള്ളൂ. ചെയ്തിരുന്നില്ല, നടക്കുമായിരുന്നില്ല, പാടുമായിരുന്നില്ല എന്നൊക്കെ പറയാനാണ് ഡിൻറ്റ് യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിൻറ്റ് എന്നതിന് ശേഷം പിന്നെ യൂസഡ് ED ചേർത്ത് പറയരുത്, യൂസ് എന്ന് മാത്രമേ പറയാവൂ. ഇത് USED എന്നാണെങ്കിലും ഇതിനെ ഒന്നിച്ച് നമ്മൾ യൂസ് ടു എന്നാണ് വായിക്കുക. ഇനി ബി യൂസ് ടു എവിടെയാണ് ഉപയോഗിക്കാൻ നോക്കാം. അതിനു മുന്നേ ഈ ബി പല രൂപത്തിലേക്ക് മാറ്റിയാണ് നമ്മൾ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുക. ബിയുടെ ഡിഫറെൻറ്റ് ഫോംസിനെ കുറിച്ച് മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ബീനെ നമുക്ക് ഐ ആം യൂസ് ടു എന്ന് പറയാം. ഐ ആം യൂസ് ടു. ഇനി ഹീ വാസ് യൂസ് ടു എന്നെഴുതാം. ബിയുടെ അടുത്ത ഫോമായിട്ട് ഹീ വാസ് യൂസ് ടു എന്നെഴുതാം. ഇനി ദേ ആർ എന്നെഴുതാം. ദേ ആർ. ഇനി ഷീ ഈസ് എന്നെഴുതാം. ഷീ ഈസ്. ദേ വേർ. ദേ വേർ. ഇങ്ങനെ ബിക്ക് ഡിഫറെൻറ്റ് ഫോംസിലേക്ക് മാറാൻ സാധിക്കും. ഇവിടെ ആം, വാസ്, ആർ, ഈസ്, വേർ എന്നൊക്കെ ഉള്ളത് ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അടുത്തത് നോക്കുന്നത് ഇത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ പറയാറുണ്ട്, എനിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമായി, രാത്രി വൈകി ഉറങ്ങുന്നത് ശീലമായി, നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ശീലമായി, രാവിലെ തന്നെ നടക്കുന്നത് ശീലമായി. ഇത്തരത്തിൽ ശീലമായി എന്നതിന് വേണ്ടിയാണ് നമ്മൾ ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ശീലമായി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ശീലമായി എന്ന് പറയാനാണ് നമുക്ക് ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. ഇനി ബി യൂസ് ടു എന്നതിന് ശേഷം നമ്മൾ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം, ബി യൂസ് ടു എന്നതിന് ശേഷം വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ബി യൂസ് ടു സ്ലീപ്പിംഗ് ഏർലി.
നേരത്തെ ഉറങ്ങുന്നത് പതിവായി. അപ്പോൾ ബി യൂസ് ടു എന്നതിന് ശേഷം വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസുകൾ നോക്കാം. നോക്കിയേ, രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അവന് ശീലമായി. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അവന് ശീലമായി. ഇവിടെ നമ്മൾ അവനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ഹി. അപ്പോൾ ബിയുടെ ഏത് ഫോം ഇവിടെ ഉപയോഗിക്കാം? ഹി ഈസ്. ഹി ഈസ് used to, he is used to sleeping, he is used to sleeping late at night. വൈകി ഉറങ്ങുന്നത്, രാത്രി വൈകി ഉറങ്ങുന്നത് അവന് ശീലമായി. he is used to sleeping late at night. അപ്പോൾ ശീലമായി എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. ബിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളുണ്ട്. സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ആ ഫോംസ് എഴുതുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് യൂസ് ടു, ബി യൂസ് ടു. യൂസ് ടു എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമുക്ക് ശീലമായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. പാസ്റ്റിൽ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ ചെയ്യാറില്ല, അത് കാണിക്കാനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിച്ചത്. ഇനി ബി യൂസ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ശീലമായി എന്ന് പറയാനായിട്ടാണ് നമ്മൾ ബി യൂസ് ടു ഉപയോഗിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.